ഹായ് എവരി വൺ, ലൈറ്റ് ആൻഡ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഈ വീഡിയോയിലൂടെ പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഫോട്ടോഗ്രാഫി മേഖലയിലേക്ക് ഇപ്പം നിലവിൽ ഫോട്ടോഗ്രാഫി മേഖലയിൽ വർക്ക് ചെയ്യുന്ന തുടക്കക്കാർക്കും വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ ഫോട്ടോഗ്രാഫി ഇഷ്ടം കൊണ്ട് ഫോട്ടോഗ്രാഫി എന്ന മേഖലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. കാരണം ഫോട്ടോഗ്രാഫി എന്ന തൊഴിൽ മേഖലയിൽ ഒരുപാട് വിഭാഗങ്ങളുണ്ട്. അതിൽ തന്നെയും ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള ഒരു 5 മേഖലയെക്കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളോട്. അതിലേറ്റവും ആദ്യമായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ അത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യം തന്നെയാണ്. ഫോട്ടോഗ്രാഫി എന്ന ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ പേര് തൊഴിൽ ചെയ്യുന്ന ഒരു വിഭാഗമാണ് വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി. ഇന്ത്യയിൽ തന്നെ, നമ്മളെ കേരളത്തിൽ തന്നെ 80% ആൾക്കാരും ഫോട്ടോഗ്രാഫി മേഖലയിൽ 80% ആൾക്കാരും വർക്ക് ചെയ്യുന്ന ഒരു മേഖലയാണ് വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി. ഏറ്റവും കൂടുതൽ പേര് കടന്നു വരുന്ന ഒരു വിഭാഗം തന്നെയാണ് വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി എന്നൊരു ഏരിയ. കാരണം വെച്ചാൽ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അതിലുണ്ട്. നമ്മളെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച്, നമ്മളെ ഹാർഡ് വർക്കിനും നമ്മളെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഒരുപാട് നമ്മളെ കഴിവുകളെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞ സംഭവം. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഇന്നത്തെ ഒരു ബിഗിനേഴ്സിൽ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ കടന്നു വരുന്ന ഒരു മേഖലയാണ് വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി. ഇന്ന് കേരളത്തിൽ തന്നെ ഏകദേശം 3 ലക്ഷത്തോളം ജീവനക്കാരുണ്ട് ഫോട്ടോഗ്രാഫി അതിനോടനുബന്ധ മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ. ഞാൻ പറയുന്നത് വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിനെ കുറിച്ചാണ് കേട്ടോ. വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി മേഖലയിൽ ആൽബം ഡിസൈനിങ്, പ്രിൻറ്റിങ്, അങ്ങനെ എല്ലാതുമായിട്ട് വെഡ്ഡിങ് എന്നൊരു സെക്ഷനിലേക്ക് ഏകദേശം 3 ലക്ഷത്തോളം ജോലിക്കാരാണ് കേരളത്തിൽ വർക്ക് ചെയ്യണത്. അത്രയും വലിയ ബൃഹത്തായിട്ടുള്ള മേഖലയാണ് വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി. അപ്പോൾ ഏറ്റവും ആദ്യമായിട്ട് വരുന്നതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതും ഫോട്ടോഗ്രാഫി എന്ന മേഖലയിലേക്ക് ഫസ്റ്റത്തെ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി തന്നെയാണ്. രണ്ടാമതായി നിൽക്കുന്ന ഏറ്റവും വലിയൊരു മേഖല എന്ന് പറയുന്നത് ഫാഷൻ ഫോട്ടോഗ്രാഫി തന്നെയാണ്. ഒരുപാട് പേര് ഫാഷൻ ഫോട്ടോഗ്രാഫിയോട് താല്പര്യം കണ്ടിട്ട് അതിലേക്ക് കടന്നു വരുന്നുണ്ട്. ഇതിൻ്റെ തൊഴിൽ സാധ്യത എന്ന് വെച്ചാൽ നമുക്കിന്ന് നിലവിൽ ഒരുപാട് മാഗസിൻസ് ഉണ്ട്. ഒരുപാട് ഇംഗ്ലീഷായാലും മലയാളത്തിലായാലും അതേപോലെ നമ്മളെ നാറ്റീവ് ലാംഗ്വേജ് ഹിന്ദിയിലായാലും ഒക്കെ ഒരുപാട് മാഗസിൻസ് ഉണ്ട്. അപ്പോൾ ഈ മാഗസിനിലൊക്കെ ഒരുപാട് ഫാഷൻ ഫോട്ടോഗ്രാഫേഴ്സ് അല്ലെങ്കിൽ മോഡലിംഗ് ഫോട്ടോഗ്രാഫേഴ്സാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന മറ്റൊരു മേഖലയാണിത്. നമുക്ക് ഇന്ന് നിലവിൽ തന്നെ ഇപ്പോൾ ഉദാഹരണത്തിന് വനിത, സ്റ്റാർ ആൻഡ് സ്റ്റൈൽ, അതായത് ഒരു ചെറിയ ഉദാഹരണം മാത്രം, അങ്ങനെ ഒരുപാട് മാഗസിൻസിൽ നമുക്കിന്ന് ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സിന് നിലവിൽ ആവശ്യകത ഉണ്ട്. ഇപ്പോൾ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫോട്ടോഗ്രാഫി എന്ന മേഖല രണ്ടാമതായിട്ട് ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു മേഖലയാണ് മോഡലിംഗ് ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ ഫാഷൻ ഫോട്ടോഗ്രാഫി. അടുത്തതായിട്ട് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഭാഗം എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫിയാണ്. പേര് പോലെ തന്നെ നമ്മൾ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിന് വേണ്ടി ചെയ്യുന്ന ഫോട്ടോഗ്രാഫി എന്ന് വെച്ചാൽ ഒരു ലോഞ്ചിങ്, ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു ലോഞ്ചിങ് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റുകൾ, ഇതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ആ പ്രൊഡക്റ്റിൻ്റെ ഏത് പ്രൊഡക്റ്റാണോ നമ്മൾ പ്രിഫർ ചെയ്യണത് ആ പ്രൊഡക്റ്റിൻ്റെ ഏറ്റവും നല്ല ഫോട്ടോ ആവശ്യമല്ലേ. അപ്പോൾ അങ്ങനെയുള്ള മേഖലയിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി. ഇപ്പോൾ ഉദാഹരണത്തിനായിട്ട് ഒരു പുതിയൊരു വാച്ച് ലോഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ ലോഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ ഒരു പുതിയ ചെരുപ്പ്, അങ്ങനെ ഒരുപാട് പുതിയ പ്രൊഡക്റ്റുകളില്ലേ. ഓരോരോ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് ഇന്ന് ഒരുപാട് ഫോട്ടോഗ്രാഫി ആവശ്യമാണ് പുതിയ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യുമ്പോൾ തന്നെ. അപ്പോൾ സാധാരണഗതിയിൽ ഒരു കമ്പനി ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ ചെയ്യണമെന്ന് വെച്ചാൽ ഒരുപാട് ഏജൻസികളുണ്ട്. പ്രൊഡക്റ്റ് ഷൂട്ടിന് മാത്രമായിട്ട് ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ഒരുപാട് ഏജൻസികളുണ്ട്. അവരെയാണ് ഏൽപ്പിക്കുക. അപ്പം നമ്മളെ ഫോട്ടോഗ്രാഫി മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കുള്ള ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി എന്ന് വെച്ചാൽ ഓരോരോ നമ്മൾ ഏജൻസിയിൽ വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് സെൽഫായിട്ട് തന്നെ വർക്ക് ചെയ്യാം. ആസ് എ ഫോട്ടോഗ്രാഫർ എന്ന നിലയ്ക്ക് നമ്മൾക്ക് സെൽഫായിട്ട് പ്രൊഡക്റ്റ് ഷൂട്ട് ചെയ്യാം. അപ്പോൾ മറ്റൊരു തൊഴിൽ സാധ്യത കൂടിയ ഒരു വിഭാഗമാണ് പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി. അപ്പോൾ ഇന്ന് ഫോട്ടോഗ്രാഫിയിൽ കടന്നു വരുന്ന യുവാക്കൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്നതും കുറച്ചുകൂടെ ക്രിയേറ്റീവ് മൈൻഡിലൂടെ ചെയ്യേണ്ടതുമായ ഒരു സംഭവമാണ് പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി. അടുത്തതായിട്ട് നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഭാഗമാണ് ഫോട്ടോഗ്രാഫി തന്നെയുള്ള വിഭാഗം. അത് ഫോട്ടോഗ്രാഫി മാത്രമല്ല, ഒരു ജേർണലിസം കൂടെ അതിൽ വരും, ഒരു ന്യൂസ് ഫൈലിയും കൂടെ അതിൽ വരുന്ന കാര്യമാണ്. അത് മറ്റൊന്നുമല്ല, അത് ഫോട്ടോ ജേർണലിസം എന്നൊരു വിഭാഗമാണ്. ഫോട്ടോ ജേർണലിസം എന്ന പേര് പോലെ തന്നെ ഫോട്ടോഗ്രാഫി പ്ലസ് ജേർണലിസമാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഫോട്ടോ എടുക്കുമ്പോൾ അതിലൊരു ന്യൂസ് വാല്യൂയും കൂടെ, ഒരു മൂല്യമുള്ള ഒരു ന്യൂസും കൂടെ കാണുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അവതരിപ്പിച്ചതാണ് ഫോട്ടോ ജേർണലിസം. അതിൻ്റെ പേര് പോലെ തന്നെ 100% നീതി പുലർത്തുന്നതായിരിക്കണം നമ്മളെടുക്കേണ്ട ഫോട്ടോഗ്രാഫി. എന്താണെന്ന് വെച്ചാൽ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ വെറുതെ ചുമ്മാ ഒരു ഫോട്ടോ എടുക്കാൻ മാത്രമല്ല,
അതിൻ്റെ ഭംഗിനേക്കാളും ആ ഫോട്ടോയുടെ ഭംഗിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ടത് അതിലെ ന്യൂസ് വാല്യൂവിനാണ്. അതാണ് ഫോട്ടോ ജേർണലിസം. അപ്പോൾ ഫോട്ടോ ജേർണലിസത്തിന് ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മേഖല എന്ന് വെച്ചാൽ ന്യൂസ് പ്രിൻറ്റ് മീഡിയയാണ്. അതായത് ഇപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന മലയാള മനോരമ, മാതൃഭൂമി, മാധ്യമം, ദേശാഭിമാനി, അങ്ങനത്തെ നമ്മളെ പത്രങ്ങൾ, കേരള പത്രങ്ങൾ. ഇപ്പോൾ ഇന്ത്യൻ വെച്ച് നോക്കുകയാണെങ്കിൽ ദി ഹിന്ദു, ഇന്ത്യൻ എക്സ്പ്രസ്, ഇന്ത്യൻ ഡെയിലി. അപ്പോൾ അങ്ങനെയുള്ള പത്രങ്ങളിലൊക്കെ ഫോട്ടോഗ്രാഫേഴ്സിന് ആവശ്യമാണ്. ഫോട്ടോഗ്രാഫേഴ്സിനല്ല, ഫോട്ടോ ജേർണലിസ്റ്റുകൾ ആവശ്യമാണ്. അപ്പോൾ ഫോട്ടോഗ്രാഫി തന്നെയുള്ള മറ്റൊരു തൊഴിൽ സാധ്യതയുള്ള മേഖലയാണ് ഫോട്ടോ ജേർണലിസം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫോട്ടോഗ്രാഫി മാത്രമല്ല, അക്കാദമിക്കലായിട്ട് ഫോട്ടോഗ്രാഫി പ്ലസ് ജേർണലിസം പഠിക്കേണ്ടി വരും. ഫോട്ടോ ജേർണലിസം എന്ന കോഴ്സ് ഇന്ന് കേരളത്തിൽ അവൈലബിൾ ആണ്, കേരളത്തിന് പുറത്തും അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഫോട്ടോഗ്രാഫിയിലേക്ക് കടന്നു വരുന്ന, തൊഴിലന്വേഷിച്ച് കടന്നു വരുന്ന ഒരു തുടക്കക്കാർക്ക് വേണ്ടി ഏറ്റവും നല്ലൊരു മേഖല കൂടിയാവും ഒരു ഫോട്ടോ ജേർണലിസം എന്നൊരു തൊഴിൽ സാധ്യതയുള്ള മേഖല. ഇനി അഞ്ചാമത്തേതും ഏറ്റവും അവസാനത്തേതുമായിട്ട് വരുന്ന ഫോട്ടോഗ്രാഫി മേഖലയിലെ ഒരു പ്രത്യേക വിഭാഗമാണ് ഓട്ടോമൊബൈൽ ഫോട്ടോഗ്രാഫി. അതായത് പേര് പോലെ തന്നെ ഓട്ടോമൊബൈൽ രംഗത്തുള്ള ഫോട്ടോഗ്രാഫിയാണ്. ഉദാഹരണത്തിന് ഒരു പുതിയ കാറിൻ്റെ ലോഞ്ചിങ്, അതല്ലെങ്കിൽ ഒരു പുതിയ ബൈക്ക്, ഒരു പുതിയ സ്കൂട്ടർ, എന്തിൻ്റെ ആയിക്കോട്ടെ, ഈ രംഗത്തുള്ള ഫോട്ടോഗ്രാഫിനെ കുറിച്ച് സംബന്ധിക്കുന്ന ഒരു കാര്യമാണ് ഓട്ടോമൊബൈൽ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. അതൊരു പുതിയ കാറിൻ്റെ ലോഞ്ചിങ് തന്നെയല്ല, അതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ, ഒരു പുതിയ കാറിൻ്റെ ഒരു പ്രസൻറ്റേഷൻ, അതിൻ്റെ ഫീച്ചർ കാണിക്കുന്ന, ആ കാറിൻ്റെ ഫീച്ചേഴ്സുകൾ കാണിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ട്രയൽ റൺ എങ്ങനെയായിരിക്കും എന്നൊക്കെ കാണിക്കുക. അപ്പോൾ നിങ്ങൾ ഒരുപാട് ഫോട്ടോഗ്രാഫ്സ് കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഞാൻ പറയാതെ തന്നെ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഹുണ്ടായി എന്നൊരു വണ്ടിയുടെ ഒരു പുതിയ ലോഞ്ചിങ് കാണിക്കുന്നു, അതിൻ്റെ റണ്ണിങ്ങിലുള്ള ഫോട്ടോഗ്രാഫ്സ് കാണിക്കുന്നു, അതിൻ്റെ ഫീച്ചേഴ്സ് ചെയ്തിട്ടുള്ള ഫോട്ടോഗ്രാഫി, വളരെ കളർഫുള്ളായിട്ടും വളരെ ക്രിയേറ്റീവായിട്ടും ചെയ്തിട്ടുള്ള ഫോട്ടോഗ്രാഫികൾ ഒരുപാട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ. ഇതൊക്കെ ഈ ഓട്ടോമൊബൈൽ ഫോട്ടോഗ്രാഫി എന്ന മേഖലയിൽ നിന്നും ഉണ്ടായിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഇന്ന് കടന്നു വരുന്നവർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഫോട്ടോഗ്രാഫിയിൽ തന്നെ ഒരുപാട് വിഭാഗങ്ങളുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ വിഭാഗം കൂടിയാണ് ഓട്ടോമൊബൈൽ ഫോട്ടോഗ്രാഫി. ഫോട്ടോഗ്രാഫി എന്ന ഈ ബൃഹത്തായ ഒരു മേഖലയിൽ ഞാനീ പറഞ്ഞിട്ടുള്ള 5 കാര്യങ്ങൾ മാത്രമല്ല കേട്ടോ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. ഒരുപാട് തൊഴിൽ സാധ്യതകളുള്ള ഒരു മേഖലയാണ് ഫോട്ടോഗ്രാഫി. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ 5 കാര്യം പറഞ്ഞു എന്ന് മാത്രം. ഇതുകൂടാതെ തന്നെ നമുക്ക് ഒരുപാട് തൊഴിൽ സാധ്യതകളുള്ള വേറെ പല വിഭാഗങ്ങളും ഉണ്ട് ഇതിൽ. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ഉണ്ട്, ആസ്ട്രോ ഫോട്ടോഗ്രാഫി, മെഡിക്കൽ രംഗത്തുള്ള ഫോട്ടോഗ്രാഫികൾ, അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി, ആസ്ട്രോ ഫോട്ടോഗ്രാഫി, പല വിഭാഗങ്ങളുണ്ട്. അപ്പോൾ നമ്മൾക്ക് നമ്മളെ ചോയ്സാണ്. ഒരു ഇതിലേക്ക് പുതിയതായിട്ട് കടന്നു വരുന്നതും, അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ ഫോട്ടോഗ്രാഫി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്കും അവർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ചോയ്സിലുള്ള ഒരു 5 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പോൾ ഫോട്ടോഗ്രാഫി മേഖലയിൽ തന്നെ ഈ പ്രധാനപ്പെട്ട തൊഴിലവസരങ്ങളെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കരുത്. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ഇടണം. അപ്പോൾ ലൈറ്റ് ആൻഡ് ലൈഫിൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതായിരിക്കും.